എന്നെ തന്നെ 3 പ്രാവശ്യം RSSകാർ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴുന്നതാണ്. എന്നെ വെടിവെക്കാൻ വേണ്ടി സുധാകരൻ കൊണ്ടുവരുന്ന 2 RSSകാരിയാണ്. ഇതെല്ലാം അറിയാവുന്ന ഒരാൾ, എന്നെപ്പോലെയുള്ള ഒരാളെക്കുറിച്ച് BJPയിലേക്ക് ഇന്ന് ഒരു വാർത്ത എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു പത്രത്തിൻ്റെ ധാർമ്മികത കാണിക്കണ്ടേ? എന്തെങ്കിലും ഒരു അംശം അതിലുണ്ടാകണ്ടേ? പക്ഷേ കെ സുധാകരൻ ഇത് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ നന്ദകുമാർ ഇത് വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിന് പുറകിൽ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ? അതാണ് മനസ്സിലാവാത്തത്. ചില മിസ്സിങ്സ് അവിടെയുണ്ട്. അതായത് കെ സുധാകരൻ രാവിലെ പത്രക്കാരോട് പറയുന്നു അത് EP ജയരാജനാണ് BJP ആയി ചർച്ച നടത്തിയത്. തൊട്ടു പുറകെ നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ അയാൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. അതിനിടയിൽ EP എങ്ങനെ വരുന്നു? ശോഭാ സുരേന്ദ്രൻ ഇവരും തമ്മിൽ എന്തെല്ലോ ഇടപാടുകളുണ്ട്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഭൂമി കച്ചവടോ സ്വത്ത് കച്ചവടോ പിന്നെ വേറെ എന്തെല്ലോ വാങ്ങലും കൊടുക്കലും സംഭവം എന്തൊക്കെയോ ഉണ്ട്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ആദ്യം സുധാകരൻ പറഞ്ഞു ഞാനും BJP നേതാവും തമ്മിൽ ഗൾഫിലാണ് ചർച്ച നടത്തിയത്. സുധാകരൻ്റെ ഈ പിന്നെ ഞാൻ പോയിട്ട് എത്ര കൊല്ലായി? ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ പോയതാണ്. നിങ്ങളത് എന്തൊക്കെയാ ഇത് പറയുന്നതിൽ ഞാൻ പോയിട്ടുണ്ടോ? ഇതിലേക്ക് വരാം. ഇപ്പം അങ്ങനെ ഈ സുധാകരൻ ആദ്യം പറയുന്നു, പിന്നീട് നന്ദകുമാർ ഇതിലേക്ക് വരുന്നു. അത് എങ്ങനെയാണ് ശരിക്കും? ഈ നന്ദകുമാറും എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഞാനിത് എനിക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവരുടെ നിലവാരത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനെ പരിശോധിച്ച് നിൽക്കേണ്ട ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. അതെല്ലാം അതിൻ്റെ ആൾക്കാർ നോക്കുകയോ പറയുകയോ ചെയ്യട്ടെ. ഇവിടെ വന്നിരിക്കുന്നൊരു പ്രശ്നം നന്ദകുമാറും പിന്നെ ശോഭാ സുരേന്ദ്രനും തമ്മിൽ സാമ്പത്തികമായി എന്തൊക്കെയോ ഇടപാടുണ്ട്. ആ പണം കിട്ടാത്തതുകൊണ്ട് അവൻ ഈ ഇലക്ഷൻ സമയത്ത് എന്തോ ബിസിനസ് ഉണ്ട് അവർ, അത് കിട്ടാത്തതുകൊണ്ട് അവൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു. ആ പത്രസമ്മേളനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ നേരെ പറഞ്ഞു. പിന്നെ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് ഈ നന്ദകുമാറിനെതിരെയല്ല പറയുന്നത്, എന്നെ അതിലേക്ക് കൊണ്ടുവരിക. രണ്ടുപേരും അതായത് ഇതിലൊരു കണ്ടിന്യൂറ്റി വരുന്നത് ആദ്യം കെ സുധാകരൻ, പിന്നീട് നന്ദകുമാറിനെതിരെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും EP ആണ് നിർണായക വിഷയമാവുന്നത്. ഞാൻ ശോഭാ സുരേന്ദ്രനെതിരെ എൻ്റെ പേര് വലിച്ചെടുച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ ശോഭാ സുരേന്ദ്രനെ ഞാൻ പല പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അവരുടെ ബോഡി കൊണ്ടുവരുമ്പോൾ ഞാൻ കോട്ടയത്ത് അവിടെ മൃതദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വെച്ച സ്ഥലത്ത് ഉള്ള വലിയ അതിൻ്റെ സ്റ്റേജിൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനിരിക്കുന്നുണ്ട്. ആ ഞാനിത് കുറേ കഴിയുമ്പോഴാണ് ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് ആ നേതാക്കന്മാരുടെ എൻ്റെ അടുത്തൊന്നുമില്ല, വളരെ ദൂരം. അതാണ് ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് കണ്ടത്. ആ ശോഭാ സുരേന്ദ്രൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് വാസ്തവമുണ്ടോ എന്ന് നോക്കണ്ടേ? ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ശോഭാ സുരേന്ദ്രനെ കാണാൻ അതിലൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. രാമനിലയത്തിലേക്ക് അങ്ങ് പോയി എന്നൊക്കെയാണ് രാമനില. അതെ, ഇത് നിങ്ങൾ നോക്കണ്ടേ? ഇങ്ങനെ രാമനിലയത്തെ പോയിട്ടുണ്ടോ? രാമനിലയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? രാമനിലയത്തിൽ പോയാൽ എന്താ ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ മുറിയിലേക്ക് പോകാൻ എൻ്റെ പണി? എനക്കെന്താ അവരെ നോക്കേണ്ട കാര്യം? ഞാനും അവരായിട്ട് എന്താ ബന്ധം പരിചയം? ഒരു ബന്ധവും പരിചയം ഞാനില്ല. എനക്കെന്ത് കാര്യം അത്? ഞാൻ പോകുന്നു, എൻ്റെ കാര്യം നിർവഹിച്ച് ഞാൻ വരുന്നു. അതിനെ രൂപപ്പെടുത്തിയിട്ട് രാമനിലയത്തിൽ. പിന്നെ എന്താ ഡൽഹിയിലേക്ക് ഞാൻ ഡൽഹിയിൽ പോയിട്ട് 2.5 കൊല്ലത്തിലധികമായി. ആകെ ഞാനിപ്പോൾ പോയത് കാരണം ഈ പറയുന്നവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഇതിനിടയിൽ പോയത് MP-മാരും മന്ത്രിമാരും MLA-മാരും ഡൽഹിയിൽ സമരം നടത്തുന്ന അവസരത്തിൽ LDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാനും ആ പരിപാടി പങ്കെടുക്കാൻ പോയി. അതാണ് ഞാൻ പോയ ഡൽഹിയിൽ. ഞാൻ ഈ 2.5 കൊല്ലത്തിലധികമായി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഡൽഹി പോയിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഇവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് അടിച്ചു മാറി ഞാനൊന്ന് ഡൽഹി പോകാൻ, ഞാൻ ആരപ്പുറം പോകാൻ എന്തെങ്കിലും പറയുന്നതിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ നോക്കിക്കൂടെ? ഒക്കെ റെക്കോർഡല്ലേ. ഞാൻ ഡൽഹി പോയിട്ടുണ്ടെന്ന് കേരള ഹൗസിൽ വിളിച്ചു വെച്ചാൽ അറിയില്ലേ? എത്ര പ്രാവശ്യം അതിനുണ്ടെന്ന് അറിയില്ലേ? ഇവിടെയല്ല ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച് ആരും എന്തെങ്കിലും വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയുന്ന കാര്യം എന്നെപ്പോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ, നശിപ്പിക്കാൻ ഈ മാധ്യമത്തിൽ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്ക് ന്യൂസ് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? എന്താ നിങ്ങളുടെ ലക്ഷ്യം? അത് എന്നെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. ഇതിൽ ഈ 3 പേര് തമ്മിലുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു ബന്ധം എങ്ങനെയാണ് വരുന്നത്? കാരണം ആദ്യം കെ സുധാകരൻ, തൊട്ടുപുറകെ നന്ദകുമാർ, അത് കഴിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ. ഈ 3 പേര് വ്യത്യസ്തമായ തലങ്ങളിലാണെങ്കിലും പറഞ്ഞതെങ്കിലും അതിലെ കേന്ദ്രം EP ആണ്. ഇതിൽ പിന്നെ ദല്ലാളും ശോഭാ സുരേന്ദ്രനും സുധാകരനുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ദല്ലാളിനെ തന്നെ ചില യാത്രാഘട്ടങ്ങളിലാണ് കാണുകയും
അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ശീലക്കാരനാണ്. അങ്ങനെ വന്നു, ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ അദ്ദേഹവുമായി യാതൊരു അടുപ്പവുമില്ല. ഞാനാണെങ്കിൽ അദ്ദേഹത്തെ കുറേ കാലമായിട്ട് തന്നെ ഞാനുമായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പമോ വർത്തമാനമോ പോലും ഇല്ല. അതായത് എന്നെ ഒരു ട്രാപ്പ് ചെയ്യുന്നതാണോ എന്ന് എനിക്കൊരു സംശയം വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതെപ്പോഴാന്ന് പറഞ്ഞാൽ അതും യഥാർത്ഥത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്നെ ക്ഷണിക്കുന്നത് നമ്മുടെ കോൺഗ്രസിൽ നിന്ന്, ഞാനവിടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ ചാർജിൽ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിൽ നിന്ന് ഞങ്ങളിലേക്ക് വന്ന ഒരാൾ മുരളി, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറേ കോൺഗ്രസ്സുകാരെന്ന് ഞങ്ങളിലേക്ക് വന്നിരുന്നു, പാർട്ടിയിൽ വന്നിരുന്നു, അവർ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിരുന്നു. ആ മുരളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഞാൻ പറഞ്ഞു, ഞാനിവിടെ എറണാകുളത്ത് നമ്മുടെ ദേശാമാലൊരു ജീവനക്കാരുണ്ടായിരുന്നു, അവനൊരു കിഡ്നി മാറ്റിവെക്കുന്നൊരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കൂടിയുണ്ട്. അയാൾ അമ്മയുടെ കിഡ്നിയാണ് കൊടുത്തത്. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ട്. മിംസ് ഹോസ്പിറ്റലാണ്, പിന്നെ ആസ്റ്റർ മിംസിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് മുരളി പറഞ്ഞു, പിന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ക്ഷേത്രമുണ്ട് ഇവിടെ, നിങ്ങൾക്കൊന്ന് വന്നാൽ. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വരുന്നതാണ്. അവിടെ പോയ കുറേ നേതാക്കന്മാരെ പേര് അന്നേരം പറയുന്നുണ്ട്. ഞാനിതൊന്നും എനിക്ക് കാണേണ്ട കാര്യമില്ല. ഇങ്ങനെ നേതാക്കന്മാർ ഇവിടെ പിന്നെ വരുന്നുണ്ട്, ഉച്ചക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇത് കുറേ ദിവസം നീണ്ടു നിൽക്കുന്നൊരു ഉത്സവമാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് കുറച്ച് അല്ല, തോമസ് മാഷ് കൂടി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നാൽ ഭക്ഷണം കഴിക്കാം, മാഷ് കൂടി ഉണ്ട്. അപ്പോൾ മാഷ് എന്നെ വിളിച്ചു, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മാഷും പറഞ്ഞു. ഞാൻ സ്വാഭാവികമായിട്ട് അവിടെ പോയി. അവിടെ പോകുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ പിന്നെ ഒരു വശത്താണിത്, പിന്നെ ഒരു പന്തലിട്ടിട്ടുണ്ട്. ഞാൻ നേരെ ആ കാറ് നിർത്തി ആ പന്തലിലേക്കാണ് കയറിയത്. പന്തൽ ഇതിൻ്റെ ഭാഗമല്ല, ക്ഷേത്രം വേറെ, അതിനോട് ചേർന്നിട്ട് ആളുകൾക്ക് ഇരിക്കാൻ. അപ്പം ഞങ്ങളവിടെ പോയപ്പോൾ 2-3 കസേര കൊണ്ടുവന്ന് ഈ പന്തലിൻ്റെ സൈഡിൽ ഞാനും മാഷും പിന്നെ വേറെ 2-3 പേരുണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ ഉത്സവമൊക്കെ നടന്നു, ഒക്കെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ കാണാം ഇവർ പറഞ്ഞു, സാർ ഇവിടെ ഈ 90 മറ്റോ വയസ്സ് കഴിഞ്ഞിരിക്കുന്ന അമ്മമാർക്ക് ഞങ്ങളിവിടെ ഈ ക്ഷേത്രത്തിൽ വെച്ച് പൊന്നാട കൊടുക്കും, അങ്ങനെ ഓരോ ദിവസവും വന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്നൊരു അമ്മ ഇവിടെയുണ്ട്, ഏറ്റവും സീനിയറായിട്ടില്ല, അവർക്കൊരു പൊന്നാട കൊടുക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കുന്നതിനെന്താ എന്ന് ഞാൻ പറഞ്ഞു. അവർ തന്നെ ഒരു പൊന്നാട കൊടുത്തു തന്നു. അപ്പോൾ ഒരു സ്ത്രീയുണ്ട്, വളരെ പ്രായമുള്ളൊരു സ്ത്രീ വരുന്നു. അവരിങ്ങനെ ഇറങ്ങി വന്നു, ഞാൻ ഈ പൊന്നാടി അവർക്ക് കൊടുത്തു. അപ്പോൾ ഈ നന്ദകുമാരൻ്റെ അതിലേക്ക് കൂടെ എങ്ങനെ നടന്നു പോകുന്നു. ഇത് നടന്ന സംഭവം ഞാനങ്ങ് ഇത് കഴിച്ചിട്ട് ഞാനിങ്ങ് പോയി. പിന്നെയാണ് മാതൃഭൂമിക്കാർ പറയുന്നത് അത് നന്ദകുമാറിൻ്റെ അമ്മയാണ്. പിന്നെ അവരൊരു കഥയുണ്ടാക്കി. ഈ CPIM-ന്റെ യാത്ര ബഹിഷ്കരിച്ച് നന്ദകുമാറിന്റെ അമ്മയെ പൊന്നാടി പോയി ആ വാർത്ത ഉണ്ടാക്കിയത് മാതൃഭൂമിയാണ്. പിന്നെ മാതൃഭൂമിക്കാരവിടെ വന്ന് ഇതിങ്ങനെ വാർത്ത ഉണ്ടാക്കിയിട്ട് ജാഥക്ക് പോകാതെ ഈ പിന്നെ ഇയാളുടെ ദല്ലാളിൻ്റെ അമ്മയെ സ്വീകരിക്കാൻ പോയി. അറിയില്ല. ഇല്ല, അപ്പോഴാണ് ഞാൻ ഇയാളുടെ അമ്മയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, അയാൾ ആ ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇയാൾ ഇറങ്ങി പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ മാതൃഭൂമി വാർത്ത വന്നപ്പോഴാണ് ഇതിലെന്തോ ഒരു ചെറിയൊരു ചതിയുടെ ഭാഷ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അയാൾ കുറേ ദിവസം അതിനും എത്രയോ എനിക്കൊന്ന് 1 മാസം മുമ്പോ മറ്റോ പിന്നെ അമ്മയുടെ എന്തോ ഒരു ഷഷ്ടിയല്ല ഈ സപ്തതി ആഘോഷം ഒരു കത്തൊക്കെ എല്ലാം അയച്ചിരുന്നു. എനിക്കും ആ കൂടുതൽ കത്ത് അയച്ചിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ പിന്നെ അയാൾ ഒരു ശരിയില്ല എന്നുള്ളത് തന്നെ ഉണ്ട്. ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധപ്പാടും ഫോണിലോ കാര്യങ്ങളിലോ ഒന്നും ബന്ധപ്പെടാറില്ല.